ഹായ് ഡിയേഴ്സ്. അതായത് രണ്ട് പെൺമക്കള് തങ്ങളുടെ അമ്മയുടെ മധ്യവയസ്സ് കഴിഞ്ഞ അമ്മയുടെ അച്ഛൻ മരിക്കുകയും അമ്മ ഏകാഗിയാവുകയും ചെയ്യുന്ന ഒരു സമയത്ത് അവരുടെ വിവാഹം നടത്തി കൊടുക്കാനായിട്ട് കാണിച്ച ഒരു ആർജവം. ആ അമ്മയും അവരുടെ ഭർത്താവും ആ ക്യൂട്ട് കപ്പിള് ഒരുപാട് വൈറലായിട്ടുള്ളൊരു കപ്പിളായിരുന്നു. അവരെ മാതൃകയാക്കി ഒരുപാട് മക്കൾ അമ്മമാരുടെ അച്ഛന്മാരുടെയൊക്കെ വിവാഹം നടത്തി കൊടുക്കുകയുണ്ടായി. ഇനി ഇവരുടെ ഒരു അവസ്ഥ, അതായത് ഈ അമ്മയുടെ ഒരു മകള് വ്ളോഗറാണ്. അപ്പോൾ ഈ അമ്മയുടെയും രണ്ടാനച്ഛൻ്റെയും വിശേഷങ്ങൾ അവർ കൂടുതൽ നമ്മുടെ അടുത്ത് പങ്കുവയ്ക്കാറുണ്ട്. അങ്ങനെ ആ അമ്മയും അച്ഛനും ഇപ്പോൾ വന്നപ്പോൾ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഈ മകള് തങ്ങളുടെ ചാനലിൻ്റെ വ്യൂസ് കൂട്ടാനായിട്ട് അവരുടെ പിന്നാലെ ക്യാമറയും തൂക്കി ഇറങ്ങി. അതിൻ്റെ കൂട്ടത്തിൽ അവരുടെ ആ അമ്മയുടെ ഹോം ടൂർ കാണിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അതിൽ മകൾ അവരെ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന രീതിയിലൊക്കെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അതിൽ അവർ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് അമ്മയുടെ അച്ഛൻ്റെയും ഇപ്പോഴത്തെ ഒരു റുട്ടീൻ, ഒരു ഡെയിലി റുട്ടീൻ. അപ്പോൾ ആ അമ്മ പറയുന്നത് കേട്ടാൽ നെഞ്ച് തകർന്നു പോകും. അതായത് ആ അച്ഛൻ്റെ മകൻ പറയുന്ന പ്രകാരം ഒരു കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആളാണ്. ആ ഡയറ്റ് പ്രകാരം രാവിലെ എണീക്കുക, സവോളയൊന്നും ചേർക്കാത്ത ഒരു ഓംലെറ്റ് കഴിക്കുക, അത് കഴിഞ്ഞ് കുറച്ച് നട്ട്സ് അതിൻ്റെ കൂടെ കഴിക്കുക, പിന്നെ ഉച്ച ആയി കഴിഞ്ഞാൽ മട്ടൻ ചിക്കൻ, വേറെ ചോറില്ല ചപ്പാത്തി ഇല്ല, ഈ മട്ടനും ചിക്കനും ഗ്രിൽഡ് ആയിട്ടുള്ളത് അത് ഉച്ചയോടുകൂടി കഴിച്ചാൽ പിന്നെ ആ ഭക്ഷണം അവിടെ സ്റ്റോപ്പായി. പിന്നെ ഇവർക്ക് രാവിലെ പിറ്റേ ദിവസം രാവിലെ വേണം ഒരു ഓംലെറ്റും കുറച്ച് നട്ട്സും. ബാക്കിയുള്ള അവർക്ക് ഇനി വൈകുന്നേരം വല്ല വിശക്കുന്നുണ്ടെങ്കിൽ അവർ 1-2 നട്ട്സ് എടുത്ത് കഴിച്ചോളുക. വേറെ വെജിറ്റബിൾസ് ഇല്ല, ഫ്രൂട്ട്സ് ഇല്ല, മിൽക്ക് ഇല്ല, ടീ ഇല്ല, കോഫി ഇല്ല, തൈരില്ല, ഒന്നുമില്ലാത്തൊരു ഡയറ്റ്. ഈ ഡയറ്റിനെ ഫോളോ ചെയ്തിട്ട് തന്നെ ഈ സ്ത്രീയും ജീവിക്കുന്നു. അന്ന് വിവാഹം കഴിഞ്ഞ് പോകുമ്പോൾ നല്ല മനോഹരിയായിട്ട് ഭംഗിയായിട്ട് നിന്നിരുന്ന ഒരു സ്ത്രീ. കാരണം അവരുടെ വീട് ഹോം ടൂർ കണ്ടാൽ തന്നെ അറിയാം അവരുടെ ഹസ്ബൻഡ് അവരെ എത്രമാത്രം നന്നായി പാമ്പർ ചെയ്തിട്ടാണ് വെച്ചിരുന്നത്. വലിയൊരു വീടും സൗകര്യങ്ങളും. ആ ഹസ്ബൻഡ് ഇല്ലായ്മ ഒഴിച്ചാൽ അവർ വളരെ നന്നായി ജീവിച്ചിരുന്ന ഒരു സ്ത്രീയാണ്. ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ച് ഒരു നേരം അവിയലോ സാമ്പാറോ മീൻ കറിയോ എന്ത് വേണമെങ്കിൽ അവർക്ക് ഉച്ചയ്ക്ക് കഴിക്കാം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ അവരങ്ങനെ നന്നായിട്ട് ജീവിച്ചിരുന്ന ഒരു സ്ത്രീ. നമുക്ക് അവരുടെ ആ വീഡിയോ ഒന്ന് കാണാം. വെറുതെ റോസ്റ്റ് ചെയ്ത് എന്നിട്ട് പെപ്പറും സോൾട്ട് മാത്രം ഇടും. ഇങ്ങനെയാണ് ഏട്ടൻ കഴിച്ചുകൊണ്ടിരുന്നത്. ഒന്നുമില്ല. പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സും വാൾനട്ട്സും ഇടും. അത് ഒരുപാടില്ല, കുറച്ചെടുത്ത് ഒന്ന് ക്രഷ് ചെയ്തിടും. അതിങ്ങനെ എന്നും കഴിച്ചോണ്ടിരുമ്പോ എനിക്കങ്ങ് വല്ലാതെ എനിക്ക് ഇഷ്ടക്കേട് പോലെ തോന്നി. അപ്പൊ ഞാൻ അതിന്റെ അകത്ത് ഇപ്പം കുറച്ച് അണിയനൊക്കെ ഇടാറുണ്ട്. ചിലപ്പോ ഞാൻ ഇച്ചിരി സോസ് ഒന്നും വാങ്ങിച്ചു തരില്ല. പിന്നെ ഞാൻ ഇത്തിരി റിക്വസ്റ്റ് ചെയ്തപ്പോ കാരണം എനിക്ക് ബോയിൽ ചെയ്ത് എഗ് ഇത് മാത്രമാകുമ്പോ എനിക്കൊരു വല്ലാതെ തോന്നി. ശീലമില്ല. അപ്പോഴും ഞാൻ പിന്നെ പറഞ്ഞപ്പോ എനിക്ക് വാങ്ങിച്ചോണ്ട് തന്ന്. അപ്പൊ അതില് ഇടയ്ക്ക് അതില് ചെയ്യും. പിന്നെ ഇപ്പം ചെറിയ സവാളയല്ല, ചെറിയ ഉള്ളിയും ഇച്ചിരി പച്ചമുളകും ഒക്കെ ഇട്ട് ഓംലെറ്റ് പോലെ ആക്കി അതും ഗീല ചെയ്യുന്നത്. നമ്മൾ സാധാരണ മനുഷ്യർ കഴിക്കുന്ന പോലെ സാധാരണ കുറച്ച് നട്ട്സ് കൂടി ഇടുവന്നേ ഉള്ളൂ. നട്ട്സും വാൾനട്ട്സും ഇതിട്ട് അവിടെ അത് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. വേറെ ഒന്നുമില്ല. ഇല്ല. ഉച്ചക്ക് ഞാൻ മട്ടൻ ചിക്കൻ മാത്രമേ ഉള്ളൂ. ചോറ് വെക്കുന്ന ഒരു കാപ്സ് ഇല്ല, ചോറ് വെക്കാറേ ഇല്ല. അപ്പം പിന്നെ മട്ടനും ചിക്കനും ഒക്കെ സാധാരണ ഏട്ടൻ കഴിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ബോയിൽ ചെയ്തിട്ട് ഗീല് സോട്ട് ചെയ്ത് പിന്നെ പെപ്പറും സോൾട്ടും മാത്രം ഇട്ടാ കഴിച്ചോണ്ടിരുന്നത്. പക്ഷെ എനിക്ക് ഞാൻ വന്നതിന് ശേഷം ഞാൻ സാധാരണ കറി ഉണ്ടാക്കുന്ന പോലെ പിന്നെ ഒരു റോസ്റ്റ് കുറുമ പോലൊക്കെ ഉണ്ടാക്കും. അത് പക്ഷെ ഒരുപാട് വെള്ളമായിട്ടല്ല, ഒരു സെമി ഗ്രേവി ആയിട്ട് അങ്ങനെ ഉണ്ടാക്കുമ്പം അത് കഴിക്കും. പിന്നെ ഞാൻ ഒരു ചപ്പാത്തിയോ ഒരു ദോശയോ എല്ലാം ഞാൻ കഴിക്കും എന്റെ കൂടെ. ഇത് മാത്രം പിന്നെ ചിലപ്പോ വല്ല ഒരു ചപ്പാത്തി കഴിക്കും. അല്ലാതെ ക്വാണ്ടിറ്റി കൂടുതൽ മട്ടൺ ചിക്കൻ മീറ്റാണ് അവിടെ കഴിക്കുന്നത്. വെജിറ്റബിൾസ് ഇല്ല, ഫ്രൂട്ട്സ് ഇല്ല, ഒന്നുമില്ല. അയ്യോ. അത് പിന്നെ സ്നാക്സ് ഞാൻ ഒരുപാട് മധുരമൊന്നും കഴിക്കില്ലായിരുന്നു. പക്ഷെ വൈകിട്ടൊക്കെ ചിലപ്പം എനിക്ക് ചില ബിസ്ക്കറ്റ്സ് ഒക്കെ ഇഷ്ടമാണ്. അത് ഞാൻ കഴിക്കും. ബിസ്ക്കറ്റ് ഒന്നും കഴിക്കാൻ സമ്മതിക്കില്ല, കഴിക്കുന്നത് നല്ലതല്ലെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ വിശക്കുമ്പോ പോയി നട്ട്സ് എടുത്ത് കഴിക്കെന്ന് പറയും. അല്ലെങ്കിൽ ഫ്രിഡ്ജിന്റെ അകത്താ വെക്കുന്ന വാൾനട്ട്സ് നട്ട്സ് ഒക്കെ. അപ്പൊ അതെടുത്ത് അതിപ്പം കഴിച്ചങ്ങ് ഇത് ഒരുമാതിരി എന്നും രാവിലെ തന്നെ ചെയ്യും. അപ്പോഴും പിന്നെ പറയാം അല്ലെങ്കിൽ മട്ടൺ ഉണ്ടല്ലോ ചിക്കൻ ഉണ്ടല്ലോ അതെടുത്ത് കഴിക്കാൻ പറയും. അപ്പൊ അതെനിക്ക് പറ്റാത്തോണ്ട് ഞാൻ അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പൊ എനിക്ക് വിശക്കുകയില്ല. ആ സമയത്ത് വിശപ്പങ്ങ് പോയി. പിന്നെ ചായ കാപ്പി ഒന്നും കുടിക്കുന്ന ആളല്ല, പാലും കുടിക്കൂല. പിന്നെ ചിലപ്പോ വല്ല ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക്
ചിലപ്പോ എന്തെങ്കിലും വന്ന് നട്ട്സോ വല്ലതും എടുത്ത് കഴിക്കുന്നതാണ്. പിന്നെ അത് എനിക്ക് വിശക്കും. നിങ്ങളുടെ ഒരു മീൽ ഉച്ചയ്ക്ക് കഴിയും? ഉച്ചയ്ക്ക് കഴിയും, പക്ഷെ എനിക്ക് അത്രയും ക്വാണ്ടിറ്റി മീറ്റ് ഞാൻ കഴിക്കില്ലല്ലോ. ചിക്കനും മട്ടണും ഒന്നും ഞാൻ അത്രയും കഴിക്കാത്തതുകൊണ്ട് വൈകുന്നേരം ആകുമ്പോ എനിക്ക് വിശക്കുമായിരുന്നു. അപ്പൊ വിശക്കുന്നുണ്ടോന്നൊന്നും അവിടെ ഒരു ശീലം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ രാത്രിയിൽ എന്താ കഴിക്കുന്നതെന്ന് ചോദിക്കുകയില്ല. അപ്പൊ എനിക്ക് ഫ്രൂട്ട്സ് വേണമായിരുന്നു. ഫ്രൂട്ട്സ് ഇതൊക്കെ ഇഷ്ടമാണ്. പിന്നെ മോൻ പറഞ്ഞ ഡയറ്റ് ഞങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യും. രോഹിത് ഭയങ്കര ഫിറ്റ്നസ് ഒക്കെ നോക്കുന്ന ആളാണ്. അപ്പൊ രോഹിത് പറഞ്ഞൊരു ഡയറ്റ് ഇപ്പൊ 2-2.5 വർഷമായിട്ട് അങ്കിൾ അത് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്കിളിന് അത് ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആണ്. അത് ബോഡി ഹെൽത്തി ആവുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ബോഡി മെറ്റബോളിസം എല്ലാം സ്റ്റേബിൾ ആണ്. അപ്പൊ മോൻ പറയുന്ന അതേ ഡയറ്റ് ഫോളോ ചെയ്യുന്നോണ്ടാണ് അതെന്ന് പറയും. അപ്പൊ മോന് ഫ്രൂട്ട്സ് പറയുന്നില്ല. ഫ്രൂട്ട്സ് ഞങ്ങൾ ഇടയ്ക്ക് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കണം കേട്ടോ. ഞങ്ങളെ അമ്മ അങ്ങനെയാ വളർത്തിയേ. വല്ലവർക്ക് തിന്നാൻ മേടിച്ചു കൊടുക്കണം. സിസ്റ്റർ പോയി കിട്ടോ. അപ്പൊ അതിന് മുന്നേ കുറച്ച് ഉപദേശമൊക്കെ കൊടുത്തിട്ടാ പോയത്. ഈ വീഡിയോ കണ്ടതിൽ 2-3 കാര്യങ്ങളുണ്ട് മക്കളെ. ഒന്നാമതായിട്ട് ആ മകളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ചാനൽ വളർത്താനായിട്ട് ശ്രമിച്ച പോലെ ആർത്തി പൂണ്ട് അവരെങ്ങനെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് കിടന്ന് ഇങ്ങനെ വെപ്രാളടിക്കുക, അത് ഒരു ശരിക്കും പറഞ്ഞാൽ ആ മകളുടെ കച്ചവട മനസ്ഥിതി തന്നെയാണ്. രണ്ടാമതായിട്ട് ആ അമ്മ പറയുന്നുണ്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുന്നില്ല എന്ന്, അല്ലെങ്കിൽ അത് കിട്ടുന്നില്ല എന്ന്. അപ്പോൾ ആ മകൾ പറയുന്നുണ്ട്, അയ്യോ ഞങ്ങളുടെ അമ്മേനെ ഞങ്ങൾ വളർത്തിയത് ഫ്രൂട്ട്സും വെജിറ്റബിളും കൊടുത്തിട്ടാണ് അച്ഛാ, ഒന്ന് കൊടുത്തോളണമെന്ന് പറയുമ്പോഴേക്കും അമ്മ മകളെ വിലക്കാതെ. അപ്പോൾ അയാൾ പറയുന്ന മറുപടി ഉണ്ട്, ആവശ്യത്തിന് മേടിച്ചു കൊടുത്തോ. അയാളുടെ ഒരു ആറ്റിറ്റ്യൂഡ് നോക്കണം നിങ്ങൾ. അയാളുടെ മക്കളുടെ ഇഷ്ടങ്ങൾക്ക്, അതായത് മകൻ പറഞ്ഞു കൊടുത്ത ആ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാനാണ് അയാൾ ഇപ്പോഴും താല്പര്യപ്പെടുന്നത്. കൂടെ ഇതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള അഭിരുചികളിലുള്ളൊരു പങ്കാളി വന്നു, അവർക്ക് ഇന്നതൊക്കെയാണ് ഇഷ്ടം, എന്നാൽ ഞാനും കുറച്ചൊക്കെ അതിലേക്ക് അഡ്ജസ്റ്റഡ് ആവുക എന്നുപോലുള്ളൊരു മനസ്ഥിതിക്ക് അയാൾ തയ്യാറായിട്ടില്ല. ഈ അമ്മ സാമ്പാറും അവയിലും മീൻകറിയും അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പാലും വെണ്ണയും തൈരും ഫ്രൂട്ട്സും ഒക്കെ കഴിച്ച് ശീലിച്ച ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഡയറ്റ് ഉച്ചയോട് കൂടിയിട്ട് ആ ഭക്ഷണം കഴിഞ്ഞു. ഇനി ഒരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്, അതായത് ഇയാളുടെ ഈ മട്ടനും ചിക്കനും ഉച്ചയോട് കൂടി കഴിച്ചാൽ പിന്നെ അയാൾ രാവിലെ കഴിക്കുള്ളൂ. പക്ഷേ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇയാൾ കഴിക്കുന്ന അത്ര പോർഷൻ ഈ 2 സാധനങ്ങളും കഴിക്കാനായിട്ട് പറ്റുന്നില്ല. സ്വാഭാവികമായിട്ട് അവർ ഈ വൈകുന്നേരം വരെ ഒക്കെ ഇങ്ങനെ വിശന്നിരിക്കുകയാണ്. അപ്പോൾ ഇയാൾ ഒരു സഹജീവികളോടുള്ള ഒരു കൺസിഡറേഷൻ, കൂടെയുള്ള ആളുടെ അഭിരുചി ഇങ്ങനെയല്ല, എന്നാൽ പിന്നെ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വെച്ച് കഴിച്ചോട്ടെ, എന്താണ് ഞാൻ വാങ്ങിച്ചു തരേണ്ടത്, അല്ലെങ്കിൽ ആ ഫ്രിഡ്ജിൽ കുറച്ച് പാലോ ഇത്തിരി ഓട്സോ വെച്ച് കഴിഞ്ഞാൽ അത് ഇത്തിരി ഓട്സ് കഞ്ഞിയെങ്കിലും കുടിച്ചേനെ. ശരിക്കും പറഞ്ഞാൽ മുമ്പേ കല്യാണം കഴിഞ്ഞ് ആ ഭർത്താവ് മരിച്ചിരിക്കുമ്പോൾ ആ സ്ത്രീ വളരെ നല്ല സന്തോഷവതിയായിട്ട് നിറഞ്ഞ നല്ല മുഖമൊക്കെ നല്ല ഭംഗിയിലിരുന്ന സ്ത്രീ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവരാകെ മെലിഞ്ഞ് പഷ്ണിക്കോലം പോലെ. കാരണം അവർ പേടിച്ചിട്ടാണ്, ഈ കൂടുള്ള ആൾ കഴിക്കുന്നില്ല, എന്നാൽ പിന്നെ ഞാൻ കഴിക്കുമ്പോൾ ഇയാൾക്ക് എന്തെങ്കിലും അപ്രീതി ഉണ്ടായാലോ വെച്ചിട്ട് അവർ ഒരു ഭക്ഷണവും ഉണ്ടാക്കുക. പ്രത്യേകിച്ച് പാലും ഫ്രൂട്ട്സൊന്നും ഇങ്ങേര് വാങ്ങണമില്ല, സാമ്പത്തികമായിട്ടും ലാഭമായില്ലോ. അപ്പോൾ ഇയാളുടെ ഡയറ്റിനനുസരിച്ച് അവർ വരട്ടെ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, കുറച്ച് ഇയാളുടെ ഇഷ്ടവും കുറച്ച് അവരുടെ ഇഷ്ടവും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യാനോ അത് എൻജോയ് ചെയ്യാനോ, കൂടെയുള്ള ആൾ ഇങ്ങനെ ഭക്ഷണം എടുക്കുമ്പോൾ അവരുടെ രീതി അതായിരുന്നില്ല, അവർക്ക് ഇത്തിരി ഭക്ഷണം എപ്പോഴെങ്കിലും കഴിച്ചോട്ടെ എന്ന് വെക്കാൻ. ശരിക്കും പറഞ്ഞ ഒരു ടോക്സിക് ആയിട്ടുള്ള ഭർത്താവിൻ്റെ അടുത്ത്, മുമ്പത്തെ ഭർത്താവ് വളരെ സ്നേഹസമ്പന്നനായിരുന്നു, ഇവർക്ക് എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിട്ടാണ് അയാൾ മരിച്ചത്. അവിടുന്ന് അവരൊരു വറചട്ടിയിലേക്ക് വീണ പോലെ ഏറ്റവും ടോക്സിക്കായിട്ട് വളരെ ചിട്ട, എൻ്റെ മകൻ പറഞ്ഞ കീറ്റോ ഡയറ്റ് എന്നും പറഞ്ഞ് നാമം ജപിച്ച് നടക്കുന്ന ഒരാളുടെ അടുത്ത് ഉച്ചയോടുകൂടി ഒരു ദിവസത്തെ ഭക്ഷണം സ്റ്റോപ്പാക്കുക, പിന്നെ വൈകുന്നേരം വരെ പഷ്ണി ഇടുന്നു, പിറ്റേ ദിവസം രാവിലെ കഴിക്കണതോ ദോശ ഇഡ്ഡലി ഒന്നല്ല, ഒരു ഓംലെറ്റ്, പിന്നെ ഈ മട്ടനും ചിക്കനും എന്ന് പറഞ്ഞാൽ ഒട്ടും സ്പൈസസ് ഒന്നും ചേർക്കാതെ വെറുതെ ബട്ടറിൽ സോർട്ട് ചെയ്തത്. ശരിക്കും പെട്ടുമക്കളെ. ഈ അവനവൻ്റെ അച്ഛനും അമ്മേനെയും ഓൺലൈൻ മാധ്യമക്കാരുടെ പ്രസിദ്ധിക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് കല്യാണം കഴിച്ച് ആർഭാടപൂർവ്വം കൊടുക്കണം മക്കൾ ഒന്ന് ശ്രദ്ധിക്കണത് നല്ലതാ. അമ്മയോ അച്ഛനോ പെട്ടുപോയിട്ടുണ്ടോയെന്ന് ശരിക്കും പറഞ്ഞാൽ ആ സ്ത്രീയുടെ ആ ഒരു ഇപ്പോഴത്തെ കോലം കണ്ടു കഴിഞ്ഞാൽ സങ്കടം തോന്നും കേട്ടോ. അവരുടെ ആ ഹോം ടൂറൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം അവർ നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു സ്ത്രീയാണ്. ശരിക്കും പറഞ്ഞാൽ അവരുടേതായിട്ടുള്ള ആ ഒരു സന്തോഷ ലോകത്ത് സന്തോഷമായിട്ട് യോഗയും അവരുടെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കേണ്ടതാണ് ഇനിയുള്ള കാലം. അതിനും വേണ്ടി അവരെ ഒരു ടോക്സിക്കായിട്ടുള്ള തൻ്റെ ചിട്ടയ്ക്കനുസരിച്ച് എന്നുള്ള ഒരു വളരെ ധാർഷ്ട്യത്തോടും സ്ട്രിക്റ്റായിട്ടും ലൈഫിനെ സമീപിക്കുന്ന ഒരു എന്താ പറയുക, കണക്ക് മാസ്റ്റർ അടുത്തേക്ക് കൊണ്ടുവിട്ട പോലെ തിരിയാനും വയ്യ പറയാനും വയ്യ. ഇനി ഉടനെ അവർ ഡിവോഴ്സായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഓൺലൈൻ മാധ്യമക്കാർ വെറുതെ വിടുമോ? പെട്ടുപോയി മക്കളെ, ആ അമ്മ ശരിക്കും പെട്ടുപോയി.